റിവ്യൂ ചോദിക്കാൻ പാടില്ല, പോവുക, സെലിബ്രേറ്റ് ചെയ്യുക. തിയേറ്റർ കുലുങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലാലേട്ടൻ വരണം, അല്ലെങ്കിൽ അണ്ണൻ വരണം. കണ്ടോ, ഒന്നും പറയാനില്ല. ഇത് കണ്ടോ, ജനങ്ങളുടെ ആവേശം കാണാം. മാസ് മാസ് രണ്ടു വാക്ക് പറയൂ. എനിക്ക് രക്തബന്ധം കൊണ്ടല്ല കർമ്മബന്ധം കൊണ്ട് എനിക്ക് കേട്ടിട്ടുണ്ട്. അതാണ് ജോസഫ് വിജയൻ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് മരിക്കാൻ പോയ ഉണ്ണിക്കണ്ണനെ തിരിച്ചു കൊണ്ടുവന്ന നമ്മുടെ വിജയനാണ്. ഒരുപാട് സന്തോഷം. എന്റെ ജീവിതം മാറ്റിമറിച്ചു. ഇനി മുതൽ ചരിത്രം കുറിക്കാണ്. ഉണ്ണിക്കണ്ണമ്മ വിജയണ്ണമ്മ സാർ, എനിക്ക് പടത്തിലൊരു വേഷം അഭിനയിക്കണമെന്നുണ്ട്. എന്റെ തോകളിലേക്കായിട്ട് ലൈഫെ മാറ്റി നമ്മുടെ വിജയണ്ണൻ. ഒരുപാട് ഹാപ്പിയാണ്, സന്തോഷമാണെന്ന്. കണ്ടോ, ഒന്നും പറയാനില്ല. ഇത് കണ്ടോ, ജനങ്ങളുടെ ആവേശം കാണാം. മാസ് ഇത് വേറെ 5 കൊല്ലമായി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുപോലെ ഇത് കണ്ടപ്പോൾ വേറൊന്നും പറയണ്ട. ആൾക്കൊന്നും പറയണ്ട. കാണിച്ചു കൊടുക്ക്. ഇതാണ് പടം, ഇതാണ് മാസ്. അണ്ണൻ തകർത്തു, അണ്ണൻ തിരിച്ചു വരും. വരാതിരിക്കൽ അണ്ണൻ വരും ഉറപ്പ്. ഇടിയൻ അവസാനമൊക്കെ ഉണ്ടല്ലോ, പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട്. വേറെ ലെവല് പടം. അണ്ണനെ വല്ല ആളില്ല, അണ്ണൻ തിരിച്ചു വരും. വരാതിരിക്കല ഉറപ്പ്. അടിപൊളി. ഇതിന് റിവ്യൂ ചോദിക്കാൻ പാടില്ല, പോവുക, സെലിബ്രേറ്റ് ചെയ്യുക. തിയേറ്റർ കുലുങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലാലേട്ടൻ വരണം, അല്ലെങ്കിൽ അണ്ണൻ വരണം. ഇതിന്റെ കാര്യത്തിൽ തീരുമാനമായി. സോറി, കാണണം, തിയേറ്റർ തന്നെ പോയി കാണണം. சூப்பரா இருந்துச்சு படம். சூப்பரா இருந்துச்சு. லாஸ்ட் மூவி தளபதி தூள் பண்ணிட்டார். மோர் தென் மூவி இது அவரோட லாஸ்ட் படங்கிறதுனால தளபதி யூனிவர்ஸ் தான். அப்படியே ஃபுல்லாக தளபதியை பார்த்த மாதிரி தான் இருந்துச்சு. டெஃபினெட்லி ரொம்ப ரொம்ப மிஸ் பண்ணுவோம் தளபதியை. கிளைமேக்ஸில் என் கார்டில் ஒரு இது வச்சுருக்காங்க, அதை ரொம்ப மிஸ் பண்ணுவோம் நாங்கள். ஏன்னா அதை பார்க்கும்போதே எமோஷ்னலாக இருந்துச்சு. വിജയ്ക്ക് വേണ്ടി മാത്രം കാണാം. രക്ഷയില്ല, പൊളിച്ചു. ഭയങ്കര ഒരു ഫെയർവെൽ ആണ് വിഷു. ഓ അടിപൊളി. കാണും എല്ലാവരും തിയേറ്ററിൽ പോയി. അടിപൊളി, നല്ല പടം. എൻജോയ് ചെയ്തു. നല്ല പടം. ഞാൻ ചെന്നൈയാ, സോ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. നൈസ്. ഭയങ്കര ഇറ്റ്സ് എ ബ്ലാസ്റ്റ് മൂവി. ലാസ്റ്റ് ഒരു ക്ലോഷർ ഉണ്ട്. നൈസ്, വെരി നൈസ്. പടം തീ ഒരു വിഷയമില്ല. തീ പടം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കൊള്ളാം. മൊത്തത്തിൽ അടിപൊളി. ലാസ്റ്റ് റോബോട്ട് സീൻസില് കുറച്ച് നെഗറ്റീവ് വന്നെങ്കിലും പക്ഷെ കൊള്ളായിരുന്നു. റോബോട്ട് ഇടക്കിച്ച് ആദ്യം ഇത്തിരി തോന്നിയെങ്കിലും പിന്നെ റോബോട്ടിന്റെ കൊള്ളാം. ലാസ്റ്റ് ഒരു പീക്കിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് പടം. ലാസ്റ്റത്തെ സീൻ കണ്ട് സത്യത്തിൽ കരഞ്ഞുപോയി. ലാസ്റ്റ് വിജയിന്റെ ഒരു എഴുത്തൊക്കെ കാണിക്കുമ്പോൾ കരഞ്ഞുപോയി. ഞാൻ കിടന്ന് കരഞ്ഞ് ആ ഒരു ഇതിലാണ് ഇരിക്കണത്. അടിപൊളി സിനിമ. തിയേറ്റർ മസ്റ്റ് വാച്ച്. ഓ സൂപ്പർ. വിജയ് ഫാൻ ആവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു അടിപൊളി തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, എന്നാലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മമിത അടിപൊളി. ലാസ്റ്റ് സീൻസ് മമിത തൂക്കി. മാസമല്ല, മൊത്തത്തിൽ കൊള്ളാം. അടിപൊളി. പൊളിച്ചടി വളരെ രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇന്ത്യക്കാരനും നമ്മൾ കണ്ടിരിക്കണം. അത്രക്കും കിടിലൻ പടമാണ്. നമ്മളെ ഇന്ത്യൻ രാഷ്ട്രീയം എന്താണോ അത് തുറന്നു കാണിച്ച വിജയ് അല്ലാതെ വേറെ ഒരു നടൻ ചെയ്യില്ല. അത്രക്കും കിടിലൻ പടമാണ്. ഓരോ ഇന്ത്യക്കാരനും കാണണം. ഫസ്റ്റ് തിയേറ്റർ വാച്ച് പടം, ഒരു രക്ഷയില്ല. നെഞ്ചത്ത് കൈവച്ച് കണ്ടുപോകും. ഇന്ത്യൻ രാഷ്ട്രീയം എന്താണ്, നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എടുത്ത് കാണിച്ച് വിജയ് അല്ലാതെ വേറൊരു നടനും ചെയ്യില്ല. അതുകൊണ്ടാണ് വിജയ് ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. ഒരു രക്ഷയില്ല. കണ്ട പൈസ വസൂലി എന്നല്ല, അതിൻ്റെ മുകളിൽ നമുക്കൊരു വല്ലാത്തൊരു അനുഭവം. ഭയങ്കര ഫീലായിരുന്നു. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. ഗംഭീര സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടും ഗംഭീര സിനിമ സെക്കൻഡ് ഹാഫാണ്. ഒരു രക്ഷയില്ല. വിജയുടെ കരിയർ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ക പ്ലാനിങ് ആണ് സിനിമ. പക്ക പ്ലാനിങ്ങോടുകൂടി ഒരു മുഖ്യമന്ത്രി ആവാൻ എന്തുകൊണ്ട് യോഗ്യത വിജയ്ക്ക് തന്നെയാണ്. സ്റ്റാലിനൊന്നും ഒന്നുമല്ല. തമിഴ്നാട്ടിൽ ഭയങ്കര ചർച്ചയാവും ഈ സിനിമ സ്റ്റേ ചെയ്യാൻ കാരണം. ഈ സിനിമ നിങ്ങൾ ഒന്ന് കാണുക. ലോജിക്ക് മാങ്ങാത്തൊലി ഒന്നും കാണണ്ട. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ഇത് സ്റ്റണ്ട്, പാട്ട്, എന്റെ പോലെ ഗംഭീര
ട്രീറ്റ് ആണ്. അനിരുദ്ധിന്റെ BGM, പോളി BGM, പ്രകാശ് രാജ് അടിപൊളി, വിജയ് അടിപൊളി, മമിത അടിപൊളി, എല്ലാവരും കൂടി തകർത്തു. തിയേറ്ററിൽ ഇത്ര ഓളം ഉണ്ടാക്കാൻ പറ്റുന്ന നടൻ വേറെ ഇല്ല. അടിപൊളി ഗംഭീരമാണ്. ഓളാണോ? ഓളം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തളപതി മൂവി, ലാസ്റ്റ് മൂവി ആയതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് പുള്ളിയുടെ എൻഡിങ് ക്രെഡിറ്റ് സീനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല.